മുഹറം 10 അന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് കുടുംബത്തെ നമ്മൾ അലങ്കരിക്കണം. നല്ല ഫുഡ് ഉണ്ടാക്കുക, നല്ല ഭക്ഷണം മുഹറം 10 അന്ന് കേട്ടോ. കാരണം അതിന് പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ മൻ വസഅ അലാ അഹ്ലിഹി യൗമ ആശൂറ, മുഹറം 10 ദിവസത്തിലെ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് തന്റെ ഭാര്യയെയോ തന്റെ മക്കളെയോ തന്റെ ഭർത്താവിനെയോ തന്റെ മാതാപിതാക്കളെയോ തന്റെ മരുമക്കളെയോ തന്റെ പേരമക്കളെയോ വിരുന്നു കൂട്ടിയാൽ, അഥവാ നല്ല ഭക്ഷണം കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ, നല്ല ഭക്ഷണം കൊണ്ട് കുടുംബത്തെ സൽക്കരിച്ചാൽ, അന്ന് കുടുംബങ്ങൾക്കെല്ലാം സുഭിക്ഷമായ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് ഒരാൾ കുടുംബത്തിൽ ബറക്കത്തിന് വേണ്ടി, ആ ഒരു മുഹറം 10 ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി കുടുംബത്തിൽ ഒരാൾ വിശാലത ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ വസഅല്ലാഹു അലൈഹി സായിനി സനതിഹി, ആ ദിവസത്തിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുന്ന കാരണം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നല്ല വിശാലത ചെയ്യുന്നതാ, അല്ലാഹു നിങ്ങൾക്ക് നല്ല ബറക്കത്ത് ചൊരിയുന്നതാ. മറ്റുള്ള എല്ലാ വർഷങ്ങളിലും, മറ്റുള്ള എല്ലാ മാസങ്ങളിലും, മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഓരോരോ പകലുകളിൽ നിങ്ങൾക്ക് നിങ്ങളെ കരുതാത്ത ഭാഗത്തിലൂടെ ബറക്കത്തിന്റെ കവാടങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്നെ കേൾക്കുന്ന 10,000 കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, മുഹറം 10 അത് നമ്മുടെ വീടിന്റെ അകത്ത് അന്ന് റാഹത്തുള്ള സുഭിക്ഷമായ ഭക്ഷണം ഒരുങ്ങണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ബാപ്പമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക്, നിങ്ങളെ മക്കൾക്ക്, മരുമക്കൾക്ക്, പേരമക്കൾക്ക് അന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് നിങ്ങൾ അവരെ അലങ്കരിക്കുക. ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി പാവങ്ങളാരാ, അവരെ അന്ന് പ്രത്യേകമായിട്ട് സഹായിക്കാനുള്ള ഒരു മനസ്സ് വേണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നത്തെ ഒരു ദിവസത്തിന്റെ ശ്രേഷ്ഠത അത് വേറെ ഒരു ദിവസത്തിനും അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. കാരണം മുഹറം 10 ഉമ്മമാരെ ഒന്നുകൂടി കേട്ടോളി, നിങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് അല്ലാഹുവേ നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ നല്ലതുപോലെ സൽക്കരിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ